അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നോമ്പ് കാലത്ത് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് ചില ആൾക്കാർക്കെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് നോറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് എങ്ങനെയാണ്, പഞ്ചസാരയുടെ അളവ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എരിവും പുളിയും ഒക്കെ പാകമായിട്ടുണ്ടോ എന്നെല്ലാം നോക്കാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ചിലരൊക്കെ അത് നോക്കിയിട്ട് അത് അങ്ങനെ അവർക്ക് തുപ്പിക്കളയാനും കഴിയും. എന്നാൽ ചിലർക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കില്ല. നമ്മളൊരു ഊഹത്തിന് അങ്ങ് എല്ലാം വെച്ച് കഴിയാക്കാരം. എന്നാൽ ചില സമയത്തൊക്കെ അത് ഫ്ലോപ്പ് ആവാറുണ്ട്. ചില സമയത്ത് എന്തെങ്കിലും കൂടുകയോ കുറയുകയോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം വീട്ടിലിനി ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവർക്കും വയറ് നിറഞ്ഞ് സന്തോഷത്തോടെ നല്ല റാഹത്തായിട്ട് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർക്കും ഭക്ഷണം തികയാൻ വേണ്ടിയിട്ട് പടച്ചറബ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യും. ഒരു പ്രത്യേക രുചിയും നമുക്ക് കിട്ടും. എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്നതാണിത്. ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ നമുക്കിതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 106 സൂറത്തായ സൂറത്ത് ഖുറൈശ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. വെറും 4 ആയത്തുകൾ, ചെറിയ 4 ആയത്ത് മാത്രമുള്ള ഈ ഒരു സൂറത്ത് നമ്മൾ 4 തവണ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓതണം. ബിസ്മിയോട് കൂടെ ഈ ഒരു സൂറത്ത് നമ്മൾ 4 പ്രാവശ്യം ഓതി കഴിഞ്ഞതിന് ശേഷം ആയത്ത് കുർസിയും നമ്മൾ ഒരു തവണ ചൊല്ലുക. ബിസ്മിയോട് കൂടെ ആയത്ത് കുർസിയും ഓതിയതിന് ശേഷം നമ്മൾ പടച്ചറബിനോട് നമുക്ക് നിയ്യത്ത് വേണം. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാവണം, രുചി ഉണ്ടാകണം, എല്ലാവർക്കും തികയുന്നതായിരിക്കണം, എല്ലാവരുടെയും മനസ്സും വയറും നിറയുന്നതായിരിക്കണം എന്നെല്ലാം നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ട് ബിസ്മിയോട് കൂടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കുക. എന്നിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് മാറ്റം നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾക്കിത് ചെയ്ത് നോക്കി ഒരിക്കലും ഒരു നിരാശയാവേണ്ടി വരില്ല. നല്ലൊരു ബർക്കത്ത് നമുക്ക് ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ നല്ല രുചിയും നമുക്ക് അനുഭവപ്പെടും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ഞാനൊക്കെ ഈ ഒരു കാര്യം ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്കായിട്ടൊക്കെ നിങ്ങൾ വീഡിയോ ആയിട്ട് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന പോലെ അവർക്കും പറഞ്ഞു കൊടുത്ത് അവരെയും നിങ്ങൾ സഹായിക്കുക. ഇൻഷാ അല്ലാഹ് പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നന്മ തോന്നിയാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ എല്ലാവിധ കാര്യങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാവിധ കാര്യങ്ങളിലും പടച്ചറബ് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കി നല്ല റാഹത്തായ സമാധാനത്തോടെയുള്ളൊരു ജീവിതം പ്രദാനം ചെയ്യട്ടെ. ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.